ഹലോ. ആ സർ, വിനോദിന്റെ ചേച്ചിയാണ്. ഇല്ല സർ, ട്രെയിൻ മിസ് ചെയ്തു എന്നും പറഞ്ഞു പുലർച്ചയ്ക്കാ എത്തിയത്. എണീറ്റില്ല. പറയാ സർ. ഓക്കെ ഓക്കെ സർ. ദാ വിനു, വിനു എണീക്ക്. ദേ ഐജി വിളിച്ചു. നിന്നോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ ഫാസ്റ്റ് അല്ല, ഓർഡിനറിയാ. ഞാനിങ്ങ് ഓടിക്കോട്ടെ. ഓടിക്കേണ്ട സാധനം ഇവിടെ ഇട്ടിട്ട് എണ്ണീട്ട് ഓടിക്കുക. Stop. Stop. And relax. No. കിതപ്പ് മാറിയിട്ടേ വെള്ളം കുടിക്കാവൂ. ഇനി തീവന്റെ സമയത്തെക്കുറിച്ച് ഓർക്കുമ്പോ ഈ 101 റൗണ്ട് നിന്റെ മനസ്സിൽ വരും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ട്രെയിൻ മിസ്സാവില്ല. ഇവിടെ റിംഗ് ടോൺ ഞാൻ മാറ്റിയതാ. ഹലോ, അതെ. ഹായ്. പറയൂ. അയ്യോ, കാണേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടി വിളിച്ചല്ലോ, അത് തന്നെ ധാരാളം. നേരിട്ടിപ്പോ ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? നിർബന്ധമാണോ? ശരി. എവിടെ? ബാങ്ക് റോഡില് ലെഫ്റ്റില് 2ാമത്തെ ബിൽഡിങ്ങോ? എനിക്കിവിടെ അത്ര പരിചയമൊന്നുമില്ല, എന്നാലും ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ. വിനോദ്. യെസ്, അനുഭവം. വരൂ. കഴിക്കാൻ എന്ത് വേണം? സൽക്കാരാണോ? ഓക്കെ, ഞാൻ തർക്കിക്കുന്നില്ല. എല്ലാം അനുപമയുടെ ഇഷ്ടം. എക്സ്ക്യൂസ് മീ പ്ലീസ്. ചിക്കൻ നഗറ്റ്സ് 1 പ്ലേറ്റ്. ചിക്കൻ സ്പ്രിംഗ് റോൾ 2. പിന്നെ നല്ല മൊരിഞ്ഞ ഫിഷ് ഫിംഗർ. ദെൻ പിസ്സ 2 ഫ്രഷ് ജ്യൂസ്. ഓക്കെ. 2 കോഫി. അതിന്റെ കാശും താൻ കൊടുക്കും. എവിടെ എന്റെ മാലയും വളയും? 2 സ്വർണ്ണവള, 1.5 പവന്റെ മാല. അതെവിടെയാണെന്നാ ചോദിച്ചത്. ഏത് മാല, ഏത് വള? താനത് വിറ്റോ? കുട്ടി എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇന്നലെ ട്രെയിനിൽ വെച്ച് എനിക്ക് മയക്കുമരുന്ന് കലർത്തിയ ബിസ്ക്കറ്റ് തന്ന് എന്റെ ബോധം കെടുത്തി എന്റെ ആഭരണങ്ങളും പേഴ്സിലുണ്ടായിരുന്ന 350 രൂപയും താൻ അടിച്ചെടുത്തില്ലേ? അത് തരാനാ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയായ? കുട്ടി പ്ലാറ്റ്ഫോമിൽ കിറങ്ങി നിൽക്കുന്നാണ്ടിട്ട് പാവം വല്ല വണ്ടിക്കടിയിലും പെട്ടാലോ എന്ന് കരുതി രക്ഷിച്ചപ്പോ എന്നെ കള്ളനാക്കുന്ന കൊള്ളാലോ. നിക്കൂ, അങ്ങനെ പോകാൻ വരട്ടെ. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട് കുട്ടി. അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് വണ്ടി കാത്തുനിന്ന് ഞാൻ എങ്ങനെ ട്രെയിനകത്ത് വെച്ച് കുട്ടിക്ക് ബിസ്ക്കറ്റ് ആയിരുന്നു? ട്രെയിനകത്ത് വെച്ച് ബിസ്ക്കറ്റ് നിങ്ങളുടെ ടീമിൽപ്പെട്ട സ്ത്രീയാണ്. അവരെന്നെ പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടു. കളവ് മുതൽ നിങ്ങൾ 2 പങ്കിട്ടെടുത്തു. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റ് കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിയ കുന്നത്തൂർ രാമനുണ്ണിയുടെ മകനാണ് ഞാൻ. ആപത്തിപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു ശീലമായി പോയി. കുട്ടിയെ ഒരു അപകടവും കൂടാതെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എന്റെ സ്വന്തം ചെലവിൽ മുറിയെടുത്ത് താമസിപ്പിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? മനസ്സിൽ എന്തെങ്കിലും ഒരു കള്ളത്തിനുണ്ടെങ്കിൽ എന്റെ പേര്, മൊബൈൽ നമ്പറൊക്കെ ഞാൻ അവിടെ എഴുതി വെക്കൂ. പഠിച്ച കള്ളന്മാരങ്ങനെ പലതും ചെയ്യും. കോടതിയിൽ വാദിച്ചു ജയിക്കാൻ ഈ ടെക്നിക്കൊക്കെ ധാരാളാ. പക്ഷെ എന്റെ അടുത്ത് ചെലവായില്ല. ഇവിടെ കോടതിയും പോലീസൊക്കെ ഞാൻ തന്നെയാ. സാധനം
നിക്കാനല്ലേ പറഞ്ഞു നിങ്ങളോട്? നിക്കോ അവിടെ. തന്നോടല്ലേ പറഞ്ഞു അവിടെ നിക്കാൻ. വേണ്ട, എനിക്കൊന്നും പറയാനില്ല. എന്നോട് നീ എന്നെ തല്ലാറായോടി? അടിച്ച് പല്ലൊഴിക്കും ഞാൻ. എന്റെ അച്ഛൻ വരെ എന്നെ തട്ടിയിട്ടില്ല. നിനക്കറിയോ, ഒരു അമേരിക്കക്കാരന്റെ കരണത്തടിച്ചിട്ടുള്ളവനെ ഞാൻ, അതും അന്യനാട്ടിൽ വെച്ച്. എനിക്കങ്ങനെ തല്ലി പരിചയമൊന്നുമില്ല. പക്ഷെ എന്റെ മാലയും വളയും കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലു. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല, നിങ്ങൾ ഇടപെടേണ്ടി വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ഇപ്പോ ഈ നിമിഷം ഞാൻ വിചാരിച്ചാ മതി, ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പീസാക്കും. മയക്കുമരുന്ന് തന്ന് ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, ആ മൊഴി മതി താനകത്താവാൻ. പെങ്ങളെ പേടിപ്പിക്കില്ലേ? ഞാൻ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരാളാ. എന്നാൽ എന്റെ 1.5 പവന്റെ മാല, 2 വള, 350 രൂപ അതെനിക്ക് കിട്ടിയേ മതിയാവും. 24 മണിക്കൂറിനുള്ളിൽ മൊബൈലിൽ ഞാൻ വിളിക്കാം. പറയുന്ന സ്ഥലത്ത് കൊണ്ട് തരണം. മനസ്സിലായോ? ഇതെങ്ങനെ ഫ്രീ ആയി? ഐ ജി എങ്ങോട്ടെങ്കിലും പോയോ? നിനക്ക് വന്ന മാറ്റം ഉണ്ടല്ലോ വിനോദേ, പറഞ്ഞാ വിശ്വസിക്കില്ല. എന്തൊരു പക്വത, എന്തൊരു ശാന്തത. തിരിച്ചു ചെല്ലുമ്പോ അച്ഛൻ അന്തം വിടും. നീ ശരിക്കും വേറൊരാളായി മാറിയിട്ടുണ്ടാവും. എനിക്കത് തോന്നി തുടങ്ങി അളിയ. എന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. സാർ, യെസ്. ഇനിയൊക്കെ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോ. എന്താ തങ്കച്ച? പറ ലോറൻസേ. പറയുന്നേ. അതെ, ശോശാമ്മയുടെ വകയിലെ ഇളയപ്പന്റെ മോന ലോറൻസിന് നമ്മുടെ വടക്കേ ചെറിയുടെ അപ്പുറത്ത് 80 ഏക്കർ അടക്കാത്തോട്ടുണ്ട്. അതിൽ കുരുമുളക്, മഞ്ഞള്, അങ്ങനെ ഇടകൃഷി വേറെ. ഇപ്പൊ നനയ്ക്കാൻ വെള്ളമില്ല. ഡാമിന്ന് പൈപ്പിട്ട് വെള്ളം എടുത്തിരുന്നു മുമ്പ് മൊയ്തീൻകുട്ടി സാർ ഉണ്ടായിരുന്നപ്പോ. ഇപ്പൊ അത് നിന്നൂല്ലോ. സാർ എന്നെ ഒന്ന് രക്ഷിക്കണം. ആഴ്ചയിൽ ഒരു 2 നനയ്ക്കുള്ള വെള്ളം, അത്രയും മതി. എന്താ ഇത്? ഈശോഹേ, തങ്കച്ച ഇത് എന്താന്നാ ചോദിച്ചത്? എനിക്കറിഞ്ഞൂടോ സാറേ. ലോറൻസിന് അറിഞ്ഞ പറഞ്ഞു കൊടുക്കടോ. ഇതൊരു 10,000 രൂപയുണ്ട്. ദൈവകൃപ കൊണ്ട് കൃഷി നന്നായാൽ ഞാൻ പിന്നെയും വന്ന് സാറിനെ കണ്ടോളാം. കൈക്കൂലി അല്ലേ? അതെ. എടുക്കടോ സാറേ. എടുക്കാൻ. സാറേ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരെല്ലാം കൈക്കൂലിക്കാരാണെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഞാൻ എടുക്കുന്ന പണിക്ക് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. സാറേ. സാറേ, ഞാൻ അപ്പോഴേ പറഞ്ഞത് എല്ലാവരും അത്തരക്കാരാവില്ലെന്ന്. പുറത്ത് കിടക്കണോ? കൈക്കൂലി കൊടുക്കാൻ വന്നിരിക്കാം. ഇതില് കളിക്കണേ. വന്നിരിക്കുന്നു കൈക്കൂലിയും കൊണ്ട്. പ്രലോഭനങ്ങളെ നേരിടുന്ന എങ്ങനെയാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്റെ ഹലോ, ആരോ? നിന്റെ താങ്കൾ വിളിച്ച ഈ നമ്പർ ഇപ്പോൾ നിലവിലില്ല. ആരോ? ഗുഡ് മോർണിംഗ് സാർ. ഇന്നലെ മുതൽ നിന്റെ മൊബൈൽ ഓഫ് ആണല്ലേ? വിളിച്ചിരുന്ന ഒരുപാട് പ്രാവശ്യം. നീ എന്തിനാ പരിഭ്രമിക്കുന്നത്? ഒരു പ്രണയമുണ്ടാവുക എന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷേ തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണർ നന്നായിരിക്കണം. I think your selection is absolutely right. പിണക്കവും പരിഭവവും ഒക്കെ ഏത് റൊമാൻസിനും കാണും. പക്ഷെ അത് ഒരു ദിവസത്തിനപ്പുറം നീട്ടണ്ട. ചെല്ലേ, ഇവളെയും കൊണ്ട് പുറത്തു പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചു വാ. ഞാനിന്ന് രാവിലെ മുതൽ കാപ്പിടിക്ക് നിർത്തി. വിളിച്ചോണ്ട് പോടാ സാർ. മടിയൻ, ഉത്തരവാദിത്വമില്ലാത്തവൻ, അന്യരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാണ്ട് ഇടപെടുന്നവൻ, അങ്ങനെ ഒരുപാട് ചീത്തപ്പൻ എനിക്കുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു പെണ്ണുമായിട്ട് ചുറ്റിക്കളിണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല.
എനിക്കല്പം മര്യാദ ഉള്ളതുകൊണ്ടാ പ്രണയമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞത്. അർദ്ധരാത്രിയിൽ രഹസ്യമായി ഹോട്ടൽ മുറിയിൽ കൊണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് മറ്റോ. പ്ലീസ് ആ വാക്ക് മാത്രം പറയരുത്. എങ്കിൽ എപ്പ തരും എന്റെ മാലയും വളയും 350 രൂപയും? കുട്ടി, എന്റെ അച്ഛനാണേ, മരിച്ചുപോയ എന്റെ അമ്മയാണേ, സകല ദൈവങ്ങൾ. നാളെ 10 മണിക്കുള്ളിൽ എനിക്കത് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. മൈൻഡ് ഇറ്റ്. ആ ലോറൻസ് എത്തി. ഫോണ് വന്നപ്പോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനും ആദ്യം അങ്ങോട്ട് വിശ്വസിച്ചില്ല. പിന്നെ സാറിന്റെ അളിയൻ നേരിട്ടല്ലേ വന്നിരിക്കണേ. ഇപ്പോഴും അളിയന് പൂർണ്ണ മനസ്സുണ്ടായിട്ടല്ല, പിന്നെ ചേച്ചി വഴി ഞാനിത് ഓപ്പറേറ്റ് ചെയ്തത്. ഏത് കടുംപിടുത്തക്കാരനായാലും വൈഫ് പറഞ്ഞ ഒന്നായി കാശ് കൊടുത്തേ. ഇതാ ചേട്ടാ, ഒരാളും ഇത് അറിയരുതെന്ന് അളിയൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഏറ്റൂന്നേ, ഈ ഞാൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല. പോരെ മതി. ഒന്നര പവന്റെ മാലയ്ക്കും 2 വളയ്ക്കും എന്ത് വില വരുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്ന് പിടിച്ചേ, ഇത് 10,000 രൂപയുണ്ട്. ഇത് എങ്ങനെയാ സംഘടിപ്പിച്ചെന്ന് ഓർത്താൽ തന്നെ എനിക്ക് ബോധക്കേട് വരും. തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. ഇനി എന്റെ ആയുസിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കൊരു സഹായം ചെയ്തു കൊടുക്കില്ല. മരിക്കാൻ കിടക്കുന്നവൻ ഒരു തുള്ളി വെള്ളം തരുമെന്ന് യാചിച്ചാൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കാതെ പൊക്കോളാം. ഇനി നമ്മൾ തമ്മിൽ കാണരുത്. ഹലോ, എന്താ അവിടെ? കൈക്കൂലി വാങ്ങിച്ച് ലോറൻസ് മാപ്പിളയ്ക്ക് വെള്ളം കൊടുത്തതിനെ നാട്ടുകാർ എഞ്ചിനീയർ തടഞ്ഞു വെച്ചിരിക്കുക. ദൈവമേ.